ഹായ് ഹലോ എം ജി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ടെന്നറിയാം, എങ്കിലും ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രീഷ്യനെ ബ്യൂട്ടീഷ്യനാക്കിയ ഒരു കഥയാണ് കേട്ടോ. അതായത് ഇച്ചായന് ഇലക്ട്രീഷ്യൻ വർക്കാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ മുടി ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, സ്മൂത്തനിങ് ചെയ്യാമെന്ന് കരുതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഇച്ചായൻ ഇലക്ട്രീഷ്യൻ അങ്ങനെ ബ്യൂട്ടീഷ്യൻ എന്നുള്ള ഒരു ലേബലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുടിയിൽ ഇന്ന് താജ്മഹൽ തന്നെ നിർമ്മിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് നാളായിട്ടുണ്ട് സ്മൂത്തനിങ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ റൂട്ടെല്ലാം നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. അപ്പം റൂട്ട് ഒരുപാടായത് കാരണം നമ്മളിപ്പോൾ അത് ചെയ്യുന്നത്. നമ്മൾ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വേറെ എങ്ങും പോയി നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക് നേരത്തെ. അത് കാരണം നമ്മളിപ്പോൾ ഷോപ്പിൽ വർക്ക് വന്നപ്പം ഷോപ്പിലോട്ടാക്കി. അങ്ങനെ നമ്മൾ ഷോപ്പൊക്കെ തുടങ്ങിയത് തന്നെ. അത് കഴിഞ്ഞപ്പം എനിക്കാണെങ്കിൽ മുടിയൊന്ന് ചെയ്യേണ്ടതായിട്ടൊരു ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്ത് പോയി ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു, ഞാൻ തന്നെ ചെയ്ത് തരാം, നീ പറഞ്ഞിട്ട് തന്നാൽ മതി, കുറച്ചൊക്കെ ഏകദേശമൊക്കെ ഇച്ചാൻ അറിയാം, പിന്നെ നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് കൽപ്പിച്ച് നമ്മളങ്ങ് ചെയ്യുകയാണ്. അപ്പം ഇച്ചായന് ഫസ്റ്റ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. നമ്മൾ മെട്രിക്സിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ പ്രതീക്ഷിച്ച് കാണില്ല ഇച്ചായന് ഇലക്ട്രീഷ്യനെ പിടിച്ച് ബ്യൂട്ടീഷ്യൻ ആക്കുമെന്ന് ഒരിക്കലും കരുതി കാണില്ല. അപ്പം എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മുടിയൊക്കെ അയൺ ചെയ്ത് തരുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇച്ചായനാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും വർക്കിനൊക്കെ പോകുമ്പോഴും ഇച്ചായനാണ് കൂടെ ഹെൽപ്പിങ്ങിന് വരുന്നതൊക്കെ തന്നെ. വർക്കിനൊക്കെ പോകുമ്പോഴും പിന്നെ അമ്മയുണ്ടായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഷോപ്പിൽ വേറെ വർക്കൊക്കെ വരുമ്പോൾ അമ്മയായിരിക്കും ഹെൽപ്പിങ്ങിന് കൂടെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് എൻ്റെ മുടിയിൽ നിന്നൊരു താജ്മഹൽ പണിയുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് ക്രീമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം വാഷ് ചെയ്തു. മുടി ഉണക്കുന്ന ഒരു സെഷനിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുടി ഉണക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മുടിയൊക്കെ ഉണക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അയണിങ് പരിപാടിയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അയണിങ്ങിൻ്റെ മുടിയെല്ലാം സെറ്റാക്കിയതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അയൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഇതില്ലായിരുന്നു, എന്താ വെച്ചാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം വീഡിയോ എടുക്കണം എന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ നമ്മളിനി സെഷനൊക്കെ തിരിച്ചിട്ട് വേണം നമ്മൾ മുടിയൊക്കെ അയൺ ചെയ്യാൻ. അപ്പം നമ്മൾ വീഡിയോ ലാസ്റ്റ് ഒരു എൻഡിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനുള്ള ട്രയലൊക്കെ ചെയ്തൊക്കെ നോക്കി ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ഇപ്പം നമ്മൾ വീഡിയോസിലെ ഷോർട്ട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എൻഡിങ് വീഡിയോ ഒക്കെ, അങ്ങനെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ക്രീമെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ടൈം ആയപ്പോൾ നമ്മളത് പിന്നെ മുടി സെറ്റായിട്ടുണ്ടോ എന്നെല്ലാം നോക്കി. അത് കഴിഞ്ഞ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ അതെല്ലാം ഒന്ന് ഉണക്കി മുടിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അയൺ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മളൊരു എഡിറ്റിംഗ് വീഡിയോ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാം ഘട്ടമാണ്. ഇനിയിപ്പം നമുക്കിനി അയണിങ് ആണ്. അയൺ ചെയ്യുമ്പോൾ നമ്മൾ സെഷനൊക്കെ തിരിച്ചിട്ടുണ്ട്. മുടിയൊക്കെ അമ്മയും ഇച്ചായനും കൂടി, അമ്മ മുടിയെല്ലാം സെഷൻ തിരിച്ച് മുടി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചായനാണ് അയൺ ചെയ്യുന്നത്. അപ്പം അവർ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ മുടിയിൽ നിന്നൊരു താജ്മഹൽ പണിയുന്നത് തന്നെ. അമ്മ എൻ്റെ കൂടെ എപ്പോഴും വർക്കിനെല്ലാം അമ്മ കൂടെ കാണും കേട്ടോ. അപ്പം അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ മാത്രമാണ് ഇച്ചായന് കൂടെ വരുന്നത് തന്നെ. അമ്മ ഇപ്പോൾ നാട്ടിലില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇച്ചായനായിരിക്കും കൂടെ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് എൻ്റെ മുടിയിൽ താജ്മഹൽ പണിയുന്നതുണ്ട്. ഇച്ചായൻ അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അയണിങ് എല്ലാം നമ്മുടെ മുടിയിലെ അയണിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ന്യൂട്രലൈസ് റെഡിയാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ തിരിയുകയാണ്. ഇനിയിപ്പോൾ മൂന്നാം ഘട്ടം ചെയ്തിട്ട് ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുടിയെല്ലാം വാഷ് ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് നല്ലതുപോലെ ക്രീമെല്ലാം കഴുകി നല്ല വൃത്തിക്ക് നമ്മൾ കഴുകിയൊക്കെ എടുക്കുകയാണ്. മുടിയെടുത്ത് ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉണക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ സ്റ്റെപ്പും കാര്യങ്ങളും തന്നെ ഒന്നും തന്നെയില്ല. ഇതോടുകൂടി നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ കഴിയുകയാണ്. നമ്മൾ ജസ്റ്റ് സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്മൂത്തനിങ് ആണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് മുടിയൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. നമ്മൾ കുറേ നാളുകൊണ്ട് ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസൊക്കെ ഇടാതൊക്കെ. നമ്മൾ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എങ്കിലും നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലക്ട്രീഷ്യനെ അങ്ങനെ ബ്യൂട്ടീഷ്യനാക്കി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോയോട് കൂടി ഓക്കെ, ബൈ ബൈ.